Hello everyone, welcome to Jayasree's classroom. I am Jayasree Pradeep. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. ഇതിലെ ലീനിയർ ആൾജിബ്ര എന്ന സെക്ഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ലീനിയർ ആൾജിബ്രയിലെ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഗേറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. KTU ജാനുവരി 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി ആൻഡ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. x plus 2y minus z is equal to 3, 3x minus y plus 2z is equal to 1, 2x minus 2y plus 3z is equal to 2, x minus y plus z is equal to minus 1. So here you are given a system of equation, a group of equation, and you are asked to test for consistency. Consistency എന്ന് പറഞ്ഞാൽ you want to check whether the system has a solution or not. x, y, z സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ആൻഡ് സോൾവ് ദ സിസ്റ്റം. കൺസിസ്റ്റൻ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾക്ക് ആൻസർ ചെയ്യാം? There are two steps. In step 1, you have to form the augmented matrix. Augmented matrix എന്ന് പറയുന്നത്, we know the matrix equation of the system. The matrix equation is AX equal to B, where A is the coefficient matrix, X is the variable matrix, and B is the constant on the right side of the equations. സോ ഇതിൽ എ എന്ന മാട്രിക്സ് കോയഫിഷ്യൻസ് എക്സ് വൈ ഇസഡുകളുടെ വേരിയസ് കോയഫിഷ്യൻസ് ആണ് എ എന്ന മാട്രിക്സ്. ഇതിലെ ലാസ്റ്റ് റോ ആയിട്ട് ബി എന്ന മാട്രിക്സിനെ അറേഞ്ച് ചെയ്യുക, അതായത് കോൺസ്റ്റൻസ്. സോ നമ്മുടെ ഫസ്റ്റ് റോ വായിച്ചാൽ 1 2 -1 1 2 -1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയഫിഷ്യൻസ് ആണ്. 1 2 -1. 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി പാർട്ട് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻ്റ് പാർട്ട് കോളം വെക്ടറായിട്ട് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് റോ ഇസ് 3 -1 2 1. തേർഡ് റോ 2 -2 3 2. ഫോർത്ത് റോ 1 -1 1 -1. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിലും ഈ മെട്രിക്സ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്നും ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുക. എ എന്ന മെട്രിക്സിനോട് ചേർത്ത് ബി എന്ന മെട്രിക്സ് കോളമായിട്ട് ബി വാല്യൂസ് അറേഞ്ച് ചെയ്ത് വെക്കുക. ദെൻ യു റെഡ്യൂസ് ദിസ് മെട്രിക്സ് ടു എക്കിലോൺ ഫോം. എന്താണ് എക്കിലോൺ ഫോം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതൊരു മാട്രിക്സിനെ എ ബി എന്ന ഓഗ്മെൻറ്റഡ് മാട്രിക്സിനെ എക്കിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്കിലോൺ ഫോം നമ്മൾക്കറിയാം, ഫസ്റ്റ് റോ ഫസ്റ്റ് നോൺ സീറോ മെമ്പറിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് എല്ലാം തന്നെ സീറോ ആയിരിക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് സീറോ ആയിരിക്കണം. തേർഡ് റോ ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് 5 ആണ്, അതിന് താഴെയുള്ളത് 0 ആണ്. ദെൻ ഫോർത്ത് റോ ഈ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കേസിൽ ഫോർത്ത് റോ വിൽ ബി 0. അപ്പം റോ ട്രാൻസ്ഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എക്കിലോൺ ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. നോ സോ ഇത് ഇപ്പോൾ ഈ മെട്രിക്സ് എ ബി എന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ബി എന്ന റോ കോളത്തിനെ ചേർത്ത് വേണം എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ. അപ്പം കിട്ടുന്ന ഫൈനൽ ഫോം ഇതാണ് ഇവിടുത്തെ എക്കിലോൺ ഫോം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കുക, ഈ ഫുൾ മെട്രിക്സിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് ഓഫ് എ ബി. നമുക്കറിയാം റാങ്ക് ഓഫ് എ ബി ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, യു കൗണ്ട് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. സീറോ അല്ലാത്ത എത്ര റോസ് ഉണ്ട്? 3 റോസ് ഉണ്ട്.
Okay, so rank of AB is 3 in this case. Now you just hide the last column. This is B. Okay, so you'll get the remaining as A, the matrix A, and you find out rank of A. Okay, similarly you count number of non-zero rows. There are 3 rows. The fourth row is completely zero, that is the zero row. Okay, we need only non-zero rows. How many non-zero rows are there? Only 3. So 3. So in this case, rank of AB is equal to 3. Rank of A is also 3. So rank of AB is equal to rank of A. If this condition is satisfied, then the system is said to be consistent. സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി സൊല്യൂഷനെ കുറിച്ച് നമുക്ക് പല രീതിയിൽ പറയാം. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നുള്ള കാറ്റഗറി ഉണ്ട്. സോ ഇൻ ദിസ് കേസ് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് എന്ന് പറയാം നമ്മൾക്ക്. കാരണം rank of A is equal to number of unknowns. Okay, rank of AB already equal to rank of A. Let it be some R, and that is equal to n. Suppose n means number of unknowns. How many unknowns are there? 3 unknowns. What are they? X, Y and Z. These are the 3 unknowns. So in this case R is equal to n, that means number of unknowns. So in this case we can say unique solution exists. The solution is unique. That means x ന് ഒരു പ്രത്യേക വാല്യൂ, വൈക്ക് ഒരു പ്രത്യേക വാല്യൂ, സെഡിനും ഒരു പ്രത്യേക വാല്യൂ ഉണ്ടായിരിക്കും. യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ്. ആൻഡ് വെൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ്, if R is less than n, R means rank, it is less than number of unknowns. Suppose the rank is 2, number of unknowns is 3, so R less than n. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ we can say that infinitely many solution exist. Okay, infinitely many solution exist. അപ്പം in this case rank is equal to number of unknowns, that is equal to 3, hence unique solution exist. ഇതാണ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന പാർട്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ പാർട്ട് ഹെൻസ് സോൾവ് എന്നും കൂടി ഉള്ളത് കൊണ്ട് we want to move on to step 2. അപ്പോൾ സ്റ്റെപ്പ് 2ൽ ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ ഇസ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. Back substitution means you consider from the last row to the first row. നമുക്ക് ലാസ്റ്റ് റോ എടുക്കണം. ലാസ്റ്റ് റോ ഇൻ ദിസ് കേസ് 0 0 0 0. സോ 0 റോ ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. യു സ്റ്റാർട്ട് വിത്ത് ദ തേർഡ് റോ. തേർഡ് റോയിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് നമ്പർ 0 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എക്സുമായിട്ട് 0 ഇൻറ്റു എക്സ് എന്ന് എഴുതുക. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് നമ്പറും 0 ആണ്, അപ്പം 0 ഇൻറ്റു വൈ, പ്ലസ് തേർഡ് നമ്പർ 5 ആണ്, സോ 5 ഇൻറ്റു ഇസെഡ്. ഇത്രയാണ് നമ്മളുടെ വേരിയബിൾ പാർട്ട് ഉണ്ടായിരുന്നത്. 3 വേരിയബിൾസ് ഈക്വൽ ടു ഈ ബി എന്ന കോളം വെക്ടറിലെ നമ്പർ ഏതാണോ അത് എഴുതുക, ഈക്വൽ ടു 20. ഇങ്ങനെയാണ് റോ വെച്ച് നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാകുക. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? 5z is equal to 20. Therefore z is equal to 4. അപ്പോൾ സെഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ യു സ്റ്റാർട്ട് വിത്ത് സെക്കൻഡ് റോ ആൻഡ് ഫോം എൻ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കുക? ഫസ്റ്റ് മെമ്പർ 0, അപ്പോൾ 0 ഇൻറ്റു എക്സ്, സെക്കൻഡ് മെമ്പർ -7, സോ -7 ഇൻറ്റു വൈ, പ്ലസ് തേർഡ് മെമ്പർ അഗെയിൻ 5, സോ 5 ഇൻറ്റു സെഡ് ഈക്വൽ ടു -8. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ, -7y plus 5z is equal to -8. ഇതിൽ ഓൾറെഡി we know the value of z, therefore y is equal to 4. ഇതുപോലെ you consider the first equation, first row and form an equation. So we'll get 1 into x plus 2 into y minus z equal to 3. ഇതിൽ നിന്ന് you substitute the values of y and z and very easily we'll get the value of x, that is equal to -1. So in Gauss elimination method, 2 steps ആണ്. First step is
Just reduce the matrix to echelon form and test consistency. And the second part is back substitution. So from the echelon form, you consider the last row, form the equation and find the value of the unknown variables. Okay, so I hope this is clear to you. Now the second question, this was asked in December 2019. Solve the system of equations by Gauss elimination method. See, similar question. X plus 2y plus 3z is equal to 1. 2x plus 3y plus 2z is equal to 2. 3x plus 3y plus 4z is equal to 1. So what will be the first step? Forming matrix equation. What will be the matrix equation? Matrix equation is Ax is equal to B. And you can now form the augmented matrix. The augmented matrix is AB. Okay, you can see the last column in red color, that is B. Okay, so we are writing B, the column vector, along with the matrix A. Now what you want to do? You reduce this matrix to echelon form. So when you are reducing this matrix to echelon form, this is the final stage. Okay, I'm not mentioning the echelon form, the steps, various steps involved. You can use row operation, row transformations ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് reduce ചെയ്യാം. So ഫസ്റ്റ് മെമ്പറിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് 0 ആയിട്ടുണ്ട്. സെക്കൻഡ് റോ ഫസ്റ്റ് നോൺ സീറോ മെമ്പറിൻ്റെ താഴെയുള്ള എലിമെൻറ്റ്സ് 0. തേർഡ് റോ വിൽ ബി 0, 0, 7, -2. ഇത് നോൺ സീറോ ആയിട്ടുള്ള റോസ് ആണ്. Now from this itself you can check the consistency. What will be rank of AB? ഈ full matrix consider ചെയ്തിട്ട് full matrix consider ചെയ്തിട്ട് rank of AB, number of non-zero rows. How many rows are there? 3 rows. And what will be rank of A? Okay, for getting rank of A, just hide the last column. Okay, then count number of non-zero rows. How many non-zero rows are there? 3. Okay, so what is happening in this case? Rank is equal to 3. Okay, rank of AB equal to rank of A. This condition is satisfied. That means the system is consistent. Okay, first we can say it is consistent. And rank is equal to 3. That is equal to number of unknowns. What are the unknowns? X, Y and Z are the number of unknowns. Therefore R is equal to N. If R is equal to N, then what will get? Unique solution existed. Okay, now we can move on to the step 2. In step 2, back substitution. Okay, so consider the same echelon form. Look at the last row. You form an equation. So first number is 0. So 0 into x plus next number again 0, 0 into y plus the third number is 7. So 7 into z is equal to the b values -2. And from this we will get 7z is equal to -2, so that z is equal to -2 by 7, the value of z. Okay, then look at the second row. You form an equation. What will be the equation? It is 0 into x minus y minus 4z is equal to 0. Okay, this is the second equation, and already we know the value of z. You can substitute here and you will get the value of y is equal to 8 by 7. Okay, now you consider the first row. First row ഉപയോഗിച്ച് എങ്ങനെയാണ് equation ഉണ്ടാക്കുക? 1 into x plus 2 into y, it is 2y plus 3z is equal to 1. And already we know the value of y and z. Okay, you just substitute here. So we'll get the value of x is equal to -3 by 7. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ തരത്തിലുള്ള ഗോസ് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വരുന്നതാണ്. ഇതിൻ്റെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, നോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെയിം ക്വസ്റ്റ്യൻ വാസ് ദെയർ ഫോർ ഗേറ്റ് എക്സാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മ്യൂ ആൻഡ് ലാംഡ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus 3y plus 5z is equal to 9, 7x plus 3y minus 2z is equal to 8, 2x plus 3y plus lambda z is equal to mu has no solution, unique solution, infinite solution.
Okay, so in this problem, there are two unknowns. One is lambda and other is mu. So we should say for what value of lambda and mu, all these conditions are satisfied. We can do it by the same method. And see, this was asked in January 2020, okay, in the latest question paper. See. The first step, as usual, you form the matrix equation AX equal to B, then form the augmented matrix AB. A എന്ന മാട്രിക്സിനോട് ചേർത്ത് B എന്ന മാട്രിക്സ് എഴുതുക. And the next process is do റോ ഓപ്പറേഷൻ ആൻഡ് റെഡ്യൂസ് ടു എക്കിലോൺ ഫോം. അപ്പം ഓർക്കുക, ഈ തരത്തിലുള്ള പ്രോബ്ലംസിലെല്ലാം തന്നെ എക്കിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ട്രിക്ക് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ബി തറോ വിത്ത് എക്കിലോൺ ഫോം. അപ്പം ആ എക്കിലോൺ ഫോം അറിയാത്തവർ പ്രീവിയസ് വീഡിയോ കാണുക. ആ തരത്തിലുള്ള പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം. അപ്പം നമ്മൾ ഇൻക്ലൂഡിങ് ലാംഡ ആൻഡ് മ്യൂ, വെൻ യു ആർ ഡൂയിങ് റോ ഓപ്പറേഷൻസ് യു കൺസിഡർ ലാംഡ ആൻഡ് മ്യൂ. ഇതിനെല്ലാം ചേർത്ത് വേണം നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് എക്കിലോൺ ഫോമിലേക്ക് മാറ്റാൻ. അപ്പോൾ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോം, എക്കിലോൺ ഫോം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത് 2, 3, 5, 9, 0, -15, -39, -47, 0, 0, ലാംഡ -5, മ്യൂ -9. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ദിസ് ഹാസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണ്? നോ സൊല്യൂഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. എ ബിയുടെ റാങ്കും എയുടെ റാങ്കും ഡിഫറൻ്റ് ആയിരിക്കണം. അതെപ്പോഴാണ് സാധ്യമാവുന്നത് നോക്കൂ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എയുടെ ഇത് അല്ലാതിരിക്കുന്ന പോസിബിലിറ്റി. സപ്പോസ് ലാംഡ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ലാംഡയ്ക്ക് 5 കൊടുത്തു. സോ വാട്ട് വിൽ ബി ദിസ് വാല്യൂ? ദിസ് ബിക്കം 0. ഓക്കെ, ആൻഡ് മ്യൂ ക്യാൻ ടേക്ക് എനി നമ്പർ. ഓക്കെ, മ്യൂ ക്യാൻ ടേക്ക് എനി നമ്പർ അതർ ദാൻ 9. 9 അല്ലാത്ത ഒരു വാല്യൂ എടുക്കുക. 9 എടുത്തു കഴിഞ്ഞാൽ ഇതും 0 ആവും. ഓക്കെ, അപ്പം ഇത് 0 അല്ലാതെ മ്യൂ ക്യാൻ ടേക്ക് എനി നമ്പർ നോട്ട് ഈക്വൽ ടു 9 എടുക്കുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് റോ 0, 0, 0, 1 വാല്യൂ ഇസ് ദെയർ. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്തായിരിക്കും? 3 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. ആൻഡ് ഇൻ ദിസ് കേസ് വാട്ട് അബൌട്ട് റാങ്ക് ഓഫ് എ? റാങ്ക് ഓഫ് എ കിട്ടാൻ വേണ്ടി ലാസ്റ്റ് കോളം യു വോണ്ട് ടു ഹൈഡ്. അപ്പം ലാസ്റ്റ് റോ വിൽ ബി 0, 0, 0. സോ വാട്ട് അബൌട്ട് റാങ്ക് ഓഫ് എ? Rank of A will be 2. Okay, since there are only 2 non-zero rows when lambda is equal to 5. So rank of A be not equal to rank of A. That means the system is inconsistent or the system has no solution. See, no solution when lambda is equal to 5 and mu not equal to 9. Now the next question is, when the system has a unique solution ഉണ്ടാവണമെങ്കിൽ what will be the condition? Unique solution ആവണമെങ്കിൽ rank of AB equal to rank of A, that is equal to number of unknowns. So in this case number of unknowns means it is equal to 3 ആയിരിക്കണം. അപ്പോൾ rank of AB equal to rank of A ആവണമെങ്കിൽ and that is equal to number of unknowns ആവണമെങ്കിൽ when lambda not equal to 5 and mu may have any value. അപ്പം നമ്മൾക്കിവിടെ ലാംഡയ്ക്ക് ലാംഡ നോട്ട് ഈക്വൽ ടു 5, ലാംഡ 5 ആയി കഴിഞ്ഞാൽ ഇത് 0 ആയി പോവും. ഓക്കെ, അപ്പം ലാംഡ 5 ആവാൻ പാടില്ല, ഇവിടെ 0 വരാൻ പാടില്ല. ആൻഡ് മ്യൂ -9ൻ്റെ പ്ലേസിൽ മ്യൂന് 9 കൊടുത്താലും മറ്റേത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. Okay, so unique solution exists when lambda not equal to 5 and mu may have any value. And when infinite number of solutions exist, according to the condition r less than n. Okay, so in this case the rank should not be 3, where n is number of unknowns is 3. Okay, and so rank less than n, rank should not be 3. When that condition holds, this part will be 0 and this is also 0. Then rank of AB
is equal to rank of A, that will be is equal to 2. Okay, rank may be 2. When that is possible, when lambda is equal to 5 and mu is equal to 9. Therefore, infinite number of solution exists when lambda is equal to 5 and mu is equal to 9. And similar question, and this was asked in December 2019. For what value of A and B do the system of equations x plus y plus ez is equal to 6, x plus 2y plus 3z is equal to 10, x plus 2y plus az is equal to b have no solution, unique solution, more than one solution? See, similar type. Okay, so as I told you, the first step is write the matrix equation, form the augmented matrix. Here you can see two unknowns A and B. Our aim is to predict the values of A and B such that these conditions satisfies. Okay. Okay, so the first step is form the matrix equation Ax is equal to B. And the augmented matrix is matrix B, you can arrange as the last column. And this is actually the reduced form. Okay, you try to reduce this to echelon form, including the last column. You reduce this to echelon form. This is the final stage. Okay, I'm leaving to you the reduction part. The first question is, when the system has no solution. We know the system has no solution when rank of AB, rank of augmented matrix AB not equal to rank of A. When this is possible, rank of AB not equal to rank of A. When this is possible, rank of AB can be 3, but rank of A will be 2. ഇതെപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കൂ. എ ബിയുടെ റാങ്ക് 3യും എയുടെ റാങ്ക് 2ഉം വരണം. എയുടെ റാങ്ക് 2 വരണമെങ്കിൽ A-3 എന്ന പൊസിഷനിൽ 0 വരണം. B-10 എന്ന പൊസിഷനിൽ 0 വരാൻ പാടില്ല. അപ്പം A-3 എന്ന പൊസിഷനിൽ 0 വരുന്നത് എപ്പോഴാണ്? വെൻ A is equal to 3. B-10 എന്ന പൊസിഷനിൽ 0 വരാൻ പാടില്ല, അതായത് B not equal to 10. Okay, so in this case, when A is equal to 3 and B not equal to 10, rank of AB not equal to rank of A, therefore no solution exists. Now, when the system has unique solution കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? rank of AB, the augmented matrix AB, equal to rank of A, which is equal to number of unknowns. Number of unknowns is 3. ഇതെപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? A-3യുടെ പൊസിഷനിൽ 0 വന്നു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആവും. അപ്പം A-3യുടെ പൊസിഷനിൽ 0 വരാനേ പാടില്ല. B-10ൻ്റെ കേസിൽ 0 വന്നാൽ കുഴപ്പമില്ല. അപ്പം A-3യുടെ പൊസിഷനിൽ 0 വരരുത് എന്നെങ്ങനെയാണ് നമ്മൾ എഴുതുക? A നോട്ട് ഈക്വൽ ടു 3. A ഈക്വൽ ടു 3 വരുമ്പോൾ മാത്രമേ A-3യുടെ പൊസിഷനിൽ 0 വരുള്ളൂ. അപ്പോൾ A നോട്ട് ഈക്വൽ ടു 3. B-10ൻ്റെ പ്ലേസിൽ 0 വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സോ വി ക്യാൻ റൈറ്റ് B may have any value. Okay, so unique solution exists. And the third one is infinite number of solution exist. Infinite number of solution exist ചെയ്യുന്ന condition r less than n ആണ്. Okay, r less than n means rank is less than number of unknowns. Number of unknowns 3 ആണ്. അപ്പം ഈ റാങ്ക് 3 വരരുത്. റാങ്ക് 3 വരാതിരിക്കുന്ന ഓൺലി വൺ കണ്ടീഷൻ ഇസ് ദെയർ വെൻ A-3യുടെ പൊസിഷനിൽ 0 വരുന്നത്, B-10ൻ്റെ പൊസിഷനും 0 ആവുന്നത്. ഇതെപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുക? വെൻ A is equal to 3 and B is equal to 10. Okay, so this is the condition for having infinite number of solutions. അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തടുത്ത ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടു. രണ്ടും ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കേസിലും ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗോസ് എലിമിനേഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന പ്രോബ്ലമാണ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.
യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ ഞാൻ മറ്റ് വീഡിയോസ്, ഗേറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ HSA, ഇപ്പോൾ HSA മാത്തമാറ്റിക്സിന് പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും നിങ്ങൾ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.